നമസ്കാരം. ഒടുവിൽ നേരറിയാൻ CBI. ADM നവീൻ ബാബുവിന്റെ മരണകാരണം CBI കണ്ടെത്തുമോ? രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ CBI അന്വേഷണത്തെ CPM ഭയക്കുന്നതെന്തിന്? എന്തായാലും രാഷ്ട്രീയ തണലിൽ ഇനി PP ദിവ്യയ്ക്ക് ആശ്രയമില്ല. സമഗ്രമായി നോക്കാം ടോപ് 10. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടാൻ സംസ്ഥാന സർക്കാർ. വിജ്ഞാപനം ഉടനിറക്കും. നടപടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച്. സർക്കാരിൽ വിശ്വാസമെന്നും ഗൂഢാലോചനയടക്കം പുറത്തുവരാനുണ്ടെന്നും കുടുംബം. രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. പിണറായി സർക്കാരിന്റെ കിഫ്ബി നിയമനങ്ങളിൽ സമഗ്ര പരിശോധനയ്ക്ക് സർക്കാർ. പുനർനിയമനങ്ങൾ റദ്ദാക്കും. 400 കരാർ ജീവനക്കാരിൽ 50ഓളം പേർക്ക് ശമ്പളം 1 ലക്ഷം രൂപയിലേറെ. ചിലർ കിഫ്ബിയിൽ നിന്നും കിഫ്കോണിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തൽ. അത്യാവശ്യം ജീവനക്കാരെ മാത്രം നിലനിർത്തും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ബുധനാഴ്ച 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പകർച്ചവ്യാധി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. 4 ദിവസത്തിനിടെ ജില്ലയിൽ വയറിളക്കം പിടിപെട്ടത് 500-ലേറെ പേർക്ക്. 100ഓളം പേർ നിരീക്ഷണത്തിൽ. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 4ആയി. ഷിഗല്ല രോഗം സ്ഥിരീകരിച്ച ആറാട്ടുപുഴയിൽ സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് നീട്ടി. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. നവാഗതരെ വരവേൽക്കാനൊരുങ്ങി വിദ്യാലയങ്ങൾ. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രവേശനോത്സവങ്ങളിൽ സൈബർ സുരക്ഷ പ്രതിജ്ഞ ചൊല്ലും. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. ഭക്തിസാന്ദ്രമായി കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തജന പ്രവാഹം. ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം നാളെ സമാപിക്കും. മാസപ്പടി കേസിൽ EDക്കും CMRLനും നാളെ നിർണായകം. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് CMRLന്റെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. ശക്തമായി നേരിടാൻ ED. തെളിവുകൾ മുദ്രവെച്ച കവറിൽ കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരം നെടുമങ്ങാട്ട് കൊല്ലപ്പെട്ട 1.5 വയസ്സുകാരൻ അനുഭവിച്ചത് മനസാക്ഷിയെ നടുക്കുന്ന ക്രൂരത. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ. കുറ്റം സമ്മതിച്ച് അമ്മയുടെ പങ്കാളി അഷ്കർ. തെളിവെടുപ്പിനിടെ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമം. അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ മുത്തച്ഛൻ. IPL കിരീട പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുന്നു. ബംഗളൂരുവിന് ജയിക്കാൻ 156 റൺസ് എടുക്കണം. സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പണിൽ ചരിത്രം കുറിച്ച് ഇന്ത്യ. ആദ്യ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സ്വാതിക് ചിരാഗ് ഷെട്ടി സഖ്യം. തൃശൂർ കുന്നംകുളത്തെ വൃക്കരോഗബാധിതനെ കബളിപ്പിച്ചു പണം തട്ടിയെന്ന പരാതിയിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. നടപടി. കുന്നംകുളം പാറയമ്പാടം സ്വദേശി സഞ്ജയ് രാജിനെ കബളിപ്പിച്ച് ഇടനിലക്കാർ പണം തട്ടിയ സംഭവത്തിൽ. അമൃത ന്യൂസ് ഇംപാക്ട്. സ്റ്റോറി ഓഫ് ദി ഡേ. ആദിത്യയുടെ അക്ഷരക്കൂട്ട് പുസ്തകമാകുന്നു. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് സംസ്ഥാന സർക്കാർ CBIക്ക് വിടുന്നു. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം വൈകാതെ ഉണ്ടാകും. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രി VD സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിർണായക തീരുമാനം. മുൻ LDF സർക്കാർ CBI അന്വേഷണത്തെ ശക്തമായി എതിർത്തിരുന്ന സ്ഥാനത്താണ് പുതിയ സർക്കാർ കേസ് CBIക്ക് വിടുന്നത്. അന്വേഷണത്തോടൊപ്പം നവീന്റെ മൂത്ത മകൾക്ക് ആശ്രിത നിയമനം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരിട്ട് കണ്ട് സംസാരിച്ചതിന് പിന്നാലെയാണ് കുടുംബത്തിന് ആശ്വാസമേകുന്ന നടപടിയുണ്ടായത്. ഇത്രയും പെട്ടെന്ന് നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നും മുഖ്യമന്ത്രി നൽകിയ വാക്കുപാലിച്ചതിൽ സന്തോഷവും ആശ്വാസവും ഉണ്ടെന്നും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. അതെ, വളരെയധികം ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിവേദനം നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും നേരിൽ കണ്ടിരുന്നു. അന്നേരം വളരെയധികം പോസിറ്റീവായിട്ടുള്ള പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന്. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്.
ഒരു രാഷ്ട്രീയ താല്പര്യവുമില്ലാത്ത കുറ്റമറ്റ അന്വേഷണം വേണമെന്നതിനാലാണ് CBI ആവശ്യപ്പെട്ടതെന്ന് നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞു. തങ്ങൾ ഉന്നയിച്ച 30-ലേറെ സംശയങ്ങൾ CBI അന്വേഷിക്കുമെന്നാണ് കരുതുന്നത്. എല്ലാ പോരായ്മകളും കണ്ടെത്തി CBI നല്ല രീതിയിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തണമെന്നും പ്രവീൺ പറഞ്ഞു. ഒരു താല്പര്യങ്ങളില്ലാത്തൊരു സർക്കാരും അല്ലെങ്കിൽ അന്വേഷണ സംഘമാണ് ഇതിനകത്ത് വേണ്ടത്. ആരോടും പാർഷ്യലാവരുത്, ഇമ്പാർഷ്യലായിരിക്കണം. വളരെ നീതിയുക്തമായിട്ട് അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും നമുക്കും അത് ആവശ്യമാണ്. എല്ലാ മരണകാരണം ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നതാണ് തുടക്കം തൊട്ട്. അതെല്ലാം അന്വേഷണത്തിന്റെ പരിധി വരണം. ശരിയായ റിസൾട്ട് ഞങ്ങൾക്ക് വേണം. നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും സർക്കാരും പാർട്ടിയും കുടുംബത്തിനൊപ്പമാണെന്നും റാന്നി MLA പഴകുളം മധുവും വ്യക്തമാക്കി. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് ജയരാജൻ CBI അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ഇനിയൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഈ ഗതി വരാൻ പാടില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. ജയരാജന് മടിയിൽ കനമുള്ളതുകൊണ്ടാണ് വടിയിൽ ഭയക്കേണ്ടി വരുന്നത്. നവീൻ ബാബുവിന് നീതി ലഭിക്കും. ഇനി ഒരു കാരണവശാലും കേരളത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും ഇതേപോലൊരു ഗതി ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത UDF സർക്കാർ സ്വീകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട നവീന്റെ കുടുംബം ദീർഘനാളായി രംഗത്തുണ്ടായിരുന്നെങ്കിലും മുൻ സർക്കാർ ഇതിനെ കോടതിയിലടക്കം ശക്തമായി എതിർക്കുകയായിരുന്നു. CBI അന്വേഷണം എത്തുന്നതോടെ കേസിൽ നീതി ലഭിക്കുമെന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം കരുതുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. നവീൻ ബാബു കേസിൽ CBI അന്വേഷണം കോടതി നേരത്തെ തള്ളിയതാണെന്ന് MV ജയരാജൻ. ഏത് അന്വേഷണം നടന്നാലും നീതിപൂർവ്വമായിരിക്കണം, രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറരുത്. കുറ്റാരോപിതർക്കും നിയമപരമായി നീങ്ങാൻ അവകാശമുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും കോടതിക്കുമാണ് ഉത്തരവിലൂടെ ഒരു കേസ് CBI അന്വേഷണത്തിന് വിടാനുള്ള അധികാരമുള്ളത്. അന്വേഷണം നീതിപൂർവമായിരിക്കണം, രാഷ്ട്രീയ വേട്ടയ്ക്കുള്ള ഉപകരണമായി മാറാൻ പാടില്ല. നവീൻ ബാബു കേസിൽ CBI അന്വേഷണത്തിനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. VD സതീശന് സ്വന്തം ഏജൻസിയായ വിജിലൻസിനേക്കാൾ വിശ്വാസം CBI ആണോ എന്നും രാഗേഷ് ചോദിച്ചു. CBI വന്നാൽ ഒരാശങ്കയും CPMനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാരിന്റെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഹൈക്കോടതിയിൽ നേരത്തെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. അത് ഹൈക്കോടതി തള്ളിയതാണ്. അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീലും നൽകി. ആ അപ്പീലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയതാണ്. കിഫ്ബിയിൽ നിലപാട് കടുപ്പിക്കാനൊരുങ്ങി UDF സർക്കാർ. ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളിൽ സമഗ്ര പരിശോധന നടത്താനാണ് സർക്കാർ തീരുമാനം. കിഫ്ബിയെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായി നിലനിൽക്കുന്ന തർക്കം അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. കിഫ്ബിയുടെ പ്രവർത്തന ഘടന പുനഃപരിശോധിക്കും. വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പുനർനിയമനങ്ങൾ റദ്ദാക്കാനും തീരുമാനമുണ്ട്. ഇതുവരെ സ്വതന്ത്ര സാമ്രാജ്യമായിട്ടായിരുന്നു കിഫ്ബിയുടെ പ്രവർത്തനം. എന്നാൽ ഇനി അങ്ങനെയാവില്ല. സർക്കാരിന് കൃത്യമായ മേൽനോട്ടമുണ്ടാകും. ധനവകുപ്പിന്റെ നിയന്ത്രണത്തിലാകും നടപടികൾ. വരുമാനമില്ലാത്ത നിർമ്മാണ പദ്ധതികൾ ഏറ്റെടുക്കില്ല. ടോൾ പിരിക്കാൻ കഴിയുന്ന റോഡ്, പാലം, വരുമാനമുള്ള കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മാത്രം അനുവാദം നൽകും. മുഖ്യമന്ത്രി അധ്യക്ഷത ചേർന്ന കിഫ്ബി ബോർഡ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം. ജീവനക്കാർക്ക് നൽകിയിരുന്നത് വൻ അലവൻസാണ്. കിഫ്ബി നേരിട്ട് നിയമിച്ചത് 400 കരാർ ജീവനക്കാരെയാണ്. 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങുന്നത് 50-ലധികം പേരാണ്. ടെക്നിക്കൽ റിസോഴ്സ് സെന്ററിൽ 180 പേരുണ്ട്. ഇതിൽ അത്യാവശ്യം ജീവനക്കാരെ മാത്രം നിലനിർത്താനാണ് തീരുമാനം. കിഫ്ബിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിദഗ്ധ സമിതി പരിശോധിക്കും. പ്രവർത്തനങ്ങൾ എങ്ങനെ മാറ്റം വരുത്തണമെന്ന് പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇത് സംബന്ധിച്ച ധവളപത്രവും ഇറക്കും. ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ബാധ്യതകളും പരിശോധിക്കും. അടുത്ത 5 വർഷം 16,600 കോടിയാണ് കിഫ്ബി കടം തിരിച്ചടക്കേണ്ടത്. 3000 കോടിയിലധികമാണ് കിഫ്ബിക്ക് മോട്ടോർ വാഹന നികുതി വിഹിതമായി സർക്കാർ നൽകിയത്. കിഫ്ബി നിർത്തലാക്കില്ല, പക്ഷേ 10 വർഷം പ്രവർത്തിച്ചതുപോലെ സ്വതന്ത്രമായി വിടില്ല എന്ന് ഉറപ്പ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലേക്ക് കിഫ്ബി ധനസമാഹരണം മാറുന്നതിൽ UDF സർക്കാരിന് യോജിപ്പില്ല. കിഫ്ബി കടം സംസ്ഥാന സർക്കാരിന് ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്. അതേസമയം കിഫ്ബിയുടെ പണമെടുത്ത് പിണറായി സർക്കാരിന്റെ പരസ്യത്തിന് ഉപയോഗിച്ചതിൽ UDF കടുത്ത വിമർശനവും ഉന്നയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബുധനാഴ്ച കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നാളെ 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ജാഗ്രതയുടെ ഭാഗമായി ബുധനാഴ്ച വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസം മഴ ശക്തമാകാൻ സാധ്യതയെന്നും പ്രവചനം.
കാലവർഷം ബുധനാഴ്ച കേരളത്തിലെത്തുമെന്ന പ്രവചനങ്ങൾക്കിടെ ഈ ആഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രതയുടെ ഭാഗമായി ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും വ്യാഴാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. നാളെ ഇടുക്കി, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് അനുകൂലമായ സാഹചര്യം നിലനിൽക്കുന്നതായാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇതോടൊപ്പം തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് ദ്വീപുകൾ എന്നിവയുടെ കൂടുതൽ ഭാഗങ്ങളിലേക്കും മധ്യ പടിഞ്ഞാറൻ, മധ്യ കിഴക്കൻ, വടക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ കൂടുതൽ ഭാഗങ്ങളിലേക്കും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ അവശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കും കാലവർഷം വ്യാപിക്കാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. പകർച്ചവ്യാധി ഭീതി വിട്ടൊഴിയാതെ ആലപ്പുഴ. 4 ദിവസത്തിനിടെ ജില്ലയിൽ വയറിളക്കം പിടിപെട്ടത് 505 പേർക്ക്. 100ഓളം പേർ നിരീക്ഷണത്തിലാണ്. ഇതിനിടെ ആറാട്ടുപുഴയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ സ്കൂളുകളും അങ്കണവാടികളും തുറക്കുന്നത് 15 ദിവസത്തേക്ക് നീട്ടി. മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം ജില്ലയിൽ 4 മഴ കനക്കും മുൻപ് തന്നെ ജില്ലയിൽ പകർച്ചവ്യാധികൾ ഭീതി പരത്തുകയാണ്. ചേർത്തലയിൽ ജപ്പാൻ ജ്വരവും ജില്ലയിലെ വിവിധയിടങ്ങളിൽ അമീബിക് മസ്തിഷ്ക ജ്വരവും പടർന്നു പിടിച്ചതിന് പിന്നാലെയാണ് ആറാട്ടുപുഴ പഞ്ചായത്തിൽ ആശങ്കയായി ഷിഗല്ല രോഗവും ഭീതി പടർത്തുന്നത്. നിരവധി കുട്ടികൾക്ക് പ്രദേശത്ത് വയറിളക്കം പിടിപെട്ടിരുന്നു. പലരിലും മാരകമായ ബാക്ടീരിയൽ അണുബാധയായ ഷിഗല്ല രോഗലക്ഷണവും കണ്ടെത്തി. ചികിത്സ തേടിയ 5 പേരിൽ 4 കുട്ടികൾക്ക് ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പഞ്ചായത്തിലെ 3 വാർഡുകളിലാണ് രോഗവ്യാപനമുണ്ടായത്. ഇവിടങ്ങളിലായി 100ഓളം പേർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിലേറെയും കുട്ടികളാണ്. ഇതോടെയാണ് പ്രതിരോധത്തിന്റെ ഭാഗമായി സ്കൂൾ തുറക്കുന്നത് നീട്ടാൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ശുപാർശ ചെയ്തത്. നമ്മൾ ഹെൽത്തുമായി ചേർന്ന് മുഴുവൻ വീടുകളിലും നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തി, അനൗൺസ്മെന്റ് നടത്തി. നമ്മൾ ക്ലോറിൻ ടാബ്ലറ്റ് വിതരണം ചെയ്തു, ORS വിതരണം ചെയ്തു. അങ്ങനെ വളരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. രോഗം കൂടുതൽ പടർന്നു പിടിക്കുന്നതിന് മുൻപ് പ്രതിരോധം തീർക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി. അതേസമയം ജില്ലയിൽ മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം 4. ശക്തമായ പനി, വയറുകടി, വയറുവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ രോഗലക്ഷണമുള്ളവരെ ആരോഗ്യപ്രവർത്തകർ നിരീക്ഷണത്തിലാക്കുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് അവർ ആശുപത്രി വിട്ടുവെങ്കിലും നിരീക്ഷണം തുടരുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം വരുത്തുന്ന വീഴ്ച ജില്ലയിൽ കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിതെളിക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. രണ്ട് മാസം നീണ്ട വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പാഠം 1 പുതുയുഗ വിദ്യാലയം എന്ന ആശയത്തിലൂന്നിയാണ് ഇത്തവണ അധ്യയന വർഷം ആരംഭിക്കുന്നത്. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പുത്തനുടുപ്പ്, ബാഗ്, വർണ്ണക്കുടകൾ, അറിവിന്റെയും അക്ഷരങ്ങളുടെയും ലോകത്തേക്ക് പടികടന്നെത്തുകയാണ് കുരുന്നുകൾ. അവരെ വരവേൽക്കാൻ തയ്യാറാക്കുന്നത് വർണ്ണാഭമായ പ്രവേശനോത്സവം. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന് ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ ഗതാഗത മന്ത്രി CP ജോൺ, ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. റഫീഖ് അഹമ്മദ് രചിച്ച സ്വാഗതഗാനം ശ്രദ്ധേയമാകും. അറിവിന്റെ ലോകത്തേക്ക് എത്തുന്നവർക്ക് സമ്മാനങ്ങളും ഇവിടെ തയ്യാറാണ്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ജില്ലാ ബ്ലോക്ക് തലങ്ങളിലും പ്രവേശനോത്സവം നടക്കും. 31 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി സ്കൂളുകളിലേക്ക് എത്തുന്നത്.
1-ാം ക്ലാസ്സിലേക്ക് 2 ലക്ഷത്തോളം കുരുന്നുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പഠന സമയക്രമീകരണം തന്നെ ഈ അധ്യയന വർഷവും തുടരും. പ്രവേശനോത്സവ ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നെടുക്കുന്ന സൈബർ സുരക്ഷാ പ്രതിജ്ഞയാണ് ഇത്തവണത്തെ മറ്റൊരാകർഷണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സൃഷ്ടിയുടെ സൗന്ദര്യം വൈവിധ്യത്തിലാണെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കി ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവം തുടരുന്നു. അമ്മയുടെ ദർശന പുണ്യത്തിനായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പാദസ്പർശത്താൽ ആത്മീയ നിർവൃതിയിലാണ് കോഴിക്കോടിന്റെ മണ്ണ്. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനെത്തിയ അമ്മയെ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് പൗരപ്രമുഖർ സ്വീകരിച്ചത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പ്രമുഖ വ്യവസായി ഗോകുലം ഗോപാലൻ, MLA-മാരായ K ജയന്ത്, പ്രവീൺ കുമാർ എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു വരവേറ്റു. അമ്മയുടെ കാരുണ്യഹസ്തത്താൽ അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കുള്ള വസ്ത്രവിതരണവും വേദിയിൽ നടന്നു. കോഴിക്കോട് അമൃതാനന്ദമയി മഠം പുറത്തിറക്കിയ അമൃതപ്രസാദം സുവനീർ ആചാര്യ MR രാജേഷ് ഹൈക്കോടതി ജഡ്ജി P ഗോപിനാഥന് നൽകി പ്രകാശനം ചെയ്തു. സ്നേഹത്തിലൂന്നിയാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഭക്തമനസ്സുകൾക്ക് ശാന്തിയും സമാധാനവും പകർന്നു. സൃഷ്ടിയുടെ സൗന്ദര്യം നാനത്വത്തിലാണെന്ന് അമ്മ പറഞ്ഞു. പ്രകൃതി മഹാശക്തിയാണ്. രക്ഷിക്കാൻ കഴിവുള്ളവന് ശിക്ഷിക്കാൻ കഴിവുണ്ടെന്നും നമ്മൾ മറക്കരുത്. ഇനി ക്ഷമിച്ചാൽ മക്കൾ നന്നാകില്ല എന്ന് പ്രകൃതി തുടങ്ങിയിരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും പ്രകൃതി മുന്നിൽ വിനയപൂർവ്വം നമ്മൾ സ്നേഹിക്കാനും ആരാധനിക്കാനും ശ്രമിക്കുക. സനാതനധർമ്മത്തിൽ സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല, നാനാത്വത്തിൽ ഏകത്വം കാണാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഭക്തിഗാന സ്തുതിയുടെ പ്രവാഹത്തിൽ ഭക്തർ ആനന്ദലഹരിയിലാണ്ടു. തുടർന്ന് അമ്മയ്ക്കായി മക്കളുടെ ഭക്തി നിർഭരമായ ആരതി. വർഷത്തിനു ശേഷം വീണ്ടും കോഴിക്കോടെത്തിയ അമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹത്തിനുമായി ആയിരങ്ങളാണ് വെളിമാട് കുന്നിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇവിടെ എത്തുന്ന അവസാന ഭക്തനും ദർശനമേകി അമ്മയുടെ കോഴിക്കോട് സന്ദർശനം നാളെ പൂർത്തിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. അമ്മയെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ സുവർണ നിമിഷമെന്ന് കൊയിലാണ്ടി MLA K പ്രവീൺ കുമാർ പറഞ്ഞു. ഇതൊരു അസുലഭ നിമിഷമാണ്. അമ്മയുടെ പാദസ്പർശം കൊണ്ട് ഈ കോഴിക്കോട് ഒരിക്കൽ കൂടി അനുഗ്രഹീതമായി. അമ്മയുടെ അനുഗ്രഹം കോഴിക്കോട്ടുകാർക്കും കോഴിക്കോടിനും എന്തും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയ്ക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കുന്നു. നമസ്കാരം. ജയ്. അമ്മയുടെ പാദസ്പർശം കൊണ്ട് കോഴിക്കോട് അനുഗ്രഹീതമായെന്ന് കോഴിക്കോട് നോർത്ത് MLA K ജയന്ത് പറഞ്ഞു. ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിൽ അമ്മയെ കാണുവാനും അനുഗ്രഹം തേടുവാനും നമുക്കെല്ലാവർക്കും സാധിച്ചത് ഈ നാടിൻ്റെ പുണ്യമായി കരുതുന്നു. 6 വർഷങ്ങൾക്ക് ശേഷം ഈ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മയുടെ കാൽപാദം കൊണ്ട് ഈ മണ്ണ് അനുഗ്രഹത്തിന് വിധേയമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന അമ്മയ്ക്ക് ശതകോടി പ്രണാമം. സമൂഹത്തിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് അമ്മയെന്ന് ഗോകുലം ഗോപാലൻ. പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അമ്മ പഠിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ അമ്മ പഠിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയെ സ്നേഹിക്കുകയാണ്. പ്രകൃതിയോട് നമ്മൾ കൂടിച്ചേരുക, പ്രകൃതിയെ കണ്ട് പഠിക്കുക. പ്രകൃതി എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ആ പ്രകൃതി നമുക്കെല്ലാം പ്രകൃതിയാണ്. അതാണ് നമ്മളെ അമ്മ പഠിപ്പിച്ചത്. നമ്മൾ നല്ല കാര്യങ്ങൾ, പ്രപഞ്ചത്തിൽ അവാച്യമായൊരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. അത് അമ്മയിൽ കൂടി നമ്മൾ കാണുകയാണ്. ആ ശക്തിയിൽ കൂടി നാം ദൈവത്തെ കാണുക, അമ്മയെ കാണുക. നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക. മറ്റുള്ള ഇത് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക. നന്ദി, നമസ്കാരം.
കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിനെത്തിയ ഭക്തർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി സംഘാടകർ. ഭക്തർ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറികളാണ് ഭക്ഷണമുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്. കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന്റെ ആദ്യ നാൾ ചോറും സാമ്പാറും ഓലനുമെല്ലാം അടങ്ങുന്ന ഭക്ഷണമാണ് സംഘാടകർ ഭക്തർക്കായി ഒരുക്കിയത്. കലവറ നിറയ്ക്കലിന് ജനങ്ങൾ സമ്മാനിച്ച പച്ചക്കറിയാണ് സദ്യയൊരുക്കാൻ ഉപയോഗിച്ചത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഭക്തജനങ്ങളുടെ എല്ലാ വീട്ടിൽ നിന്നും കലവറ നിറയ്ക്കൽ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ നിന്നും നമുക്ക് കളക്ഷനായി കിട്ടിയ എല്ലാ പച്ചക്കറി സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ ആശ്രമത്തിൽ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇവിടെ എല്ലാവരും എല്ലാവരും ഇവിടെ കൂട്ടായ്മ ഒരു പരിശ്രമത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അപൂർവമായ തിരക്കാണ്. ഇന്ന് എന്ത് തിരക്കുണ്ടായാലും ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ഭക്ഷണം കഴിക്കാനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അന്നശാലയിലേക്ക് എത്തിയത്. അമ്മയെ കണ്ട് മനസ്സും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വയറും നിറഞ്ഞുവെന്നും ഭക്തർ പറയുന്നു. മോരുണ്ട്, സാമ്പാർ അടിപൊളിയായിരുന്നു. ചോറ്, സാമ്പാർ, അച്ചാറൊക്കെ നല്ല ടേസ്റ്റാണ്. മോരും കൂടി നല്ല ടേസ്റ്റാണ്. അതന്നെ മോരടക്കമുള്ള ഭക്ഷണം, നല്ല ഭക്ഷണം. അമ്മേനെ കണ്ട് മനസ്സിലായിരുന്നു. എല്ലാം സന്തോഷം, വളരെ സന്തോഷം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഒരു സർക്കാർ സംവിധാനത്തിന് പോലും ചെയ്യാൻ കഴിയുന്നതിനപ്പുറം കാരുണ്യ പ്രവർത്തനങ്ങളാണ് അമ്മ സമൂഹത്തിന് വേണ്ടി ചെയ്തു വരുന്നതെന്ന് BJP നേതാവ് പ്രഫുൽ കൃഷ്ണൻ. കാത്തിരിപ്പിനൊടുവിൽ അമ്മയെ കണ്ട അനുഗ്രഹം നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രഫുൽ കൃഷ്ണൻ. കോഴിക്കോട്ടുകാര് ഒരുപാട് ആഗ്രഹിച്ച് അമ്മയുടെ കോഴിക്കോട് വരവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഇപ്പോൾ കോഴിക്കോടേക്ക് വരുന്നത്. കോഴിക്കോട്ടെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വള്ളിക്കാവിൽ പോയി അമ്മയെ കാണാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്തേക്ക് അമ്മ വന്നിരിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കോഴിക്കോടുള്ള ഭക്തന്മാർക്ക് സാധിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് ഒരുപാട് ആയുരാരോഗ്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ സേവന പദ്ധതികൾ കോഴിക്കോടും കണ്ണൂരിലും എല്ലാ ജില്ലകളിലും, കേരളത്തിലെ ജില്ലകൾ മാത്രമല്ല ലോകം മുഴുവൻ അമ്മയുടെ കാരുണ്യം അത് അനുഭവിക്കുന്നവരാണ് ലോകത്തെമ്പാടുമുള്ള ആളുകളെന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ സർക്കാരിന് പോലും ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ സർക്കാരുകൾ പോലും പ്രതിസന്ധിയിലായ സമയത്ത് പോലും, ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത്, അതുപോലെ പകർച്ചവ്യാധികളുണ്ടായ സമയത്ത്, പ്രളയമുണ്ടായ സമയത്ത് എല്ലാം അമ്മയുടെ ആ ഒരു കാരുണ്യം ലോകം കണ്ടതാണ്. എന്തായാലും അമ്മയോടുള്ള എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റി, അമ്മയെ കാണാൻ പറ്റി, അമ്മയോട് സംസാരിക്കാൻ പറ്റി. എപ്പോഴും അമ്മയുടെ അടുത്തേക്ക് എത്തണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ഇപ്പോഴും അതിന് സാധിച്ചു. ഒരുപാട് സന്തോഷം. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി തൃശ്ശൂരിലെത്തുന്നു. ജൂൺ 3, 4 തീയതികളിൽ തൃശ്ശൂർ അയ്യന്തോളിലുള്ള ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കാനാണ് അമ്മ തൃശ്ശൂരിലെത്തുന്നത്. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ശേഷം ജൂൺ 2 വൈകിട്ടോടെ തൃശൂർ അയ്യന്തോൾ ബ്രഹ്മസ്ഥാനത്തെത്തുന്ന സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവിയെ തൃശൂർ പൗരാവലി പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. തുടർന്ന് ജൂൺ 3, 4 തീയതികളിൽ രാവിലെ 11 മുതൽ അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം, ഭജന, ധ്യാന പരിശീലനം എന്നിവയുണ്ടാകും. അതിനുശേഷം ഭക്തർക്കായുള്ള അമ്മയുടെ ദർശനം ആരംഭിക്കും. അമ്മയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന മാതാ അമൃതാനന്ദമയി മഠം ഇരിങ്ങാലക്കുട മഠാധിപതി ബ്രഹ്മചാരി അമോഘാമൃത ചൈതന്യ പറഞ്ഞു. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരുന്നു. പന്തലിൻ്റെ പണിയൊക്കെ പൂർത്തിയായി വരുന്നുണ്ട്. ഏകദേശം ഒരു 10,000 പേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന രീതിയിൽ 50,000 സ്ക്വയർ ഫീറ്റുള്ള പന്തലാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള രഥയാത്ര, അത് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 2019 അമ്മ അവസാനമായി തൃശ്ശൂർ ബ്രഹ്മസ്ഥാന ഉത്സവത്തിന് പങ്കെടുക്കാനായിട്ട് എത്തിയത്. ഈ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മയുടെ വരവിനെ ആവേശപൂർവ്വം, ഭക്തിപൂർവ്വം, പ്രേമപൂർവ്വം കാത്തിരിക്കുകയാണ് അമ്മയുടെ മക്കളെല്ലാവരും.
മഹോത്സവത്തോടനുബന്ധിച്ച ബ്രഹ്മസ്ഥാനത്ത് ലളിത സഹസ്രനാമാർച്ചന 2 ദിവസങ്ങളിലായി നടക്കും. രാഹുദോഷ നിവാരണ പൂജ, ശനിദോഷ നിവാരണ പൂജ, ഉദയാസ്തമന പൂജ, മഹാഗണപതി ഹോമം എന്നിങ്ങനെ സവിശേഷമായ പൂജകളും ചടങ്ങുകളും ഉണ്ടായിരിക്കും. ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത അമൃതശ്രീ അംഗങ്ങൾക്കുള്ള സാരികൾ, പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള വൃക്ഷത്തൈകൾ എന്നിവയുടെ വിതരണവും അമ്മയുടെ സാന്നിധ്യത്തിൽ നടക്കും. അമൃത ന്യൂസ്, തൃശൂർ. എല്ലാ തവണയും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ തൃശൂരിലെ സന്ദർശനം ആഘോഷമാക്കി മാറ്റാറുണ്ടെന്ന് തൃശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ പാർട്ണർ ഡോക്ടർ പ്രകാശൻ. ആദ്യമായി അമ്മയെ തൃശൂരിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ആദ്യമായിട്ട് അമ്മയെ തൃശ്ശൂർക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. കുറുക്കഞ്ചേരി അമ്പലത്തിൽ അന്ന് എൻ്റെ അച്ഛൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാനും സദാനന്ദനും എല്ലാവരും കൂടി ഓരോ വീടുകളും കീഴിലിറങ്ങി അന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അതിനുശേഷവും എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞങ്ങൾ ഇതുപോലെ തന്നെ പ്രവർത്തിച്ച് അമ്മയുടെ വരവ് ആഘോഷമാക്കാറുണ്ട്. ഇപ്പോൾ 6 വർഷത്തിൽ കൂടുതലായിട്ട് അമ്മ അവിടെ വന്നിട്ടില്ല. വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് അമ്മയുടെ പവിത്രവാദങ്ങൾ പതിയാൻ പോവുകയാണ്. ഞങ്ങളെല്ലാം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായും അമ്മ നമ്മുടെ എല്ലാം മനസ്സുകളിലൊരു മാറ്റമുണ്ടാക്കും. ആധ്യാത്മിക നമ്മളെ ഉയർന്ന തലങ്ങളിലേക്ക് അമ്മ കൊണ്ടുപോവുകയും ചെയ്യും. അമ്മ കൂടുതൽ ദിവസം ഇല്ല എന്നുള്ള സങ്കടം നമുക്കുണ്ട്. എന്നാലും 2 ദിവസമെങ്കിലും ഇവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ള വലിയൊരു ആശ്വാസം തന്നെയാണ്. നമ്മൾ 10,000-ങ്ങൾക്ക് അത് വലിയൊരു ഗുണമായിരിക്കും. ലോകമെമ്പാടുമുള്ള അശരണർക്ക് സാന്ത്വനമേകുന്ന സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഒരിക്കൽ കൂടി തൃശ്ശൂരിൽ എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കലാമണ്ഡലം ക്ഷേമാവതി പറഞ്ഞു. ഭൗതിക ജീവിതത്തിലെ നിത്യസംഭവങ്ങളെ വിസ്മയത്തോടു കൂടി നോക്കിക്കാണുന്ന സാധാരണ ജനങ്ങൾക്ക് ഉത്തരം നൽകുവാൻ കഴിവുള്ളതാണ് മാതാ അമൃതാനന്ദമയി ദേവി. ലോകമെമ്പാടും അനേകരായ അശരണർക്ക് സാന്ത്വനമേകി മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഊർജം നൽകുന്നതും അമ്മ അമൃതാനന്ദമയി ദേവി തന്നെയാണ്. അസുഖങ്ങളാലും പല ദുഃഖങ്ങളാലും വിഷമിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഏവർക്കും എന്നും ആശ്രയമാണ് അമ്മയുടെ വാക്കുകളും സാന്നിധ്യവും. ആ സാന്നിധ്യം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. വരുന്ന ജൂൺ 3, 4 എന്ന തീയതികളിൽ അമ്മ തൃശ്ശൂരിലെത്തുന്നു. നമുക്കെല്ലാവർക്കും അവിടെ ഒത്തുകൂടാം, അമ്മയോടുകൂടി ആനന്ദിക്കാം. തങ്ങളുടെ കുടുംബത്തിന് മാതാ അമൃതാനന്ദമയി ദേവിയുമായി വളരെ കാലത്തെ ബന്ധമുണ്ടെന്ന് കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാൺ രാമൻ. ജൂൺ 3, 4 തീയതികളിൽ അമ്മ തൃശ്ശൂരിൽ എത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും കല്യാൺ രാമൻ പറഞ്ഞു. അമ്മ ശ്രീ സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി ജൂൺ മാസം 3, 4 തൃശ്ശൂരിൽ ഉണ്ടായിരിക്കും എന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങളുടെ കുടുംബം തന്നെ അമ്മയുമായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട്. എല്ലാ പ്രാവശ്യവും അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാറുണ്ട്. ഈ മാസവും ഈ ജൂൺ 3, 4 2019 ശേഷം ഒരു നീണ്ട കാലയളവിന് ശേഷം അമ്മ എത്തുന്നത് ഇത് തൃശ്ശൂരുകാരുടെ ഒരു ഉത്സവമായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. എല്ലാവരും ഒത്തൊരുമിച്ച് ഇതൊരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയോട് കൂടിയിട്ട് അമ്മയെ വരവേൽക്കുവാനായിട്ടും അമ്മയെ സ്വാഗതം ചെയ്യുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തുചേരാം. ദർശന പുണ്യം ഏറ്റുവാങ്ങാനായിട്ട് 10,000-കണക്കിന് ജനങ്ങൾ ഇപ്പം തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അമ്മ അനുഗ്രഹം കൊടുക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അമ്മയെ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. നന്ദി, നമസ്കാരം. EDയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനിയായ CMRL സമർപ്പിച്ച ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ കടുത്ത നിയമ പോരാട്ടത്തിനാണ് EDയും CMRLും ഒരുങ്ങുന്നത്. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് സമാന്തര അന്വേഷണമാണ് എന്നാരോപിച്ചാണ് CMRL ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. SFIO അന്വേഷണത്തിൽ കുറ്റകൃത്യമൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും SFIO അന്വേഷണം പൂർണ്ണമാണെന്നും CMRL ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ EDക്ക് സമാന്തരമായി അന്വേഷണം നടത്താൻ യാതൊരുവിധ അർഹതയോ അധികാരമോ ഇല്ലെന്നാണ് CMRLന്റെ വാദം. CMRLും എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ കള്ളപ്പണ ഇടപാടൊന്നും നടന്നിട്ടില്ലെന്ന് SFIO അന്വേഷണത്തിൽ വ്യക്തമാണെന്ന് CMRL പറയുന്നു. അതുകൊണ്ട് തന്നെ കേസ് PMLA ആക്ടിന് കീഴിൽ വരുന്നതല്ലെന്നും
ED ഇപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായി അന്വേഷണം നടത്തുന്നതാണെന്നുമാണ് CMRL പറയുന്നത്. ED അന്വേഷണം അടിയന്തരമായി തടയണമെന്നാണ് അപ്പീലിലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതേ ആവശ്യമുന്നയിച്ച് സിംഗിൾ ബെഞ്ചിൽ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. EDക്ക് അന്വേഷണം തുടരാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. ഇടപാടിൽ ദുരൂഹതയുള്ളതുകൊണ്ട് തന്നെ EDയുടെ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. ഇതേ തുടർന്നാണ് CMRL ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നതിന് തെളിവുണ്ടെന്നാണ് ED ഹൈക്കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നത്. റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളും ചോദ്യം ചെയ്ത മൊഴികളും മുദ്രവച്ച കവറിൽ ED ഹൈക്കോടതിയിൽ ഹാജരാക്കിയേക്കും. നാളെ ഹർജി പരിഗണിക്കുമ്പോൾ EDയുടെ വാദം കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി തീരുമാനമെടുക്കുക. അമൃത ന്യൂസ്, കൊച്ചി. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ കുറ്റം സമ്മതിച്ച് അമ്മയുടെ പങ്കാളി അഷ്കർ. അഷ്കറിന്റെ ക്രൂരമായ മർദ്ദനത്തിലാണ് കുട്ടി മരിച്ചത്. അഷ്കർ താമസിച്ച വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുത്തു. അഷ്കറിന് നേരെയുണ്ടായ നാട്ടുകാരുടെ രോഷപ്രകടനം സ്ഥലത്ത് നേരിയ സംഘർഷത്തിന് കാരണമായി. 1.5 വയസ്സുകാരനെ താൻ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായാണ് കുട്ടിയുടെ അമ്മ അഖിലയുടെ പങ്കാളി അഷ്കർ പോലീസിനോട് സമ്മതിച്ചത്. മർദ്ദനത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവത്തിലാണ് കുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 51ഓളം മുറിവുകൾ കുട്ടിയുടെ ശരീരത്തിലുണ്ട്. ജനനേന്ദ്രിയത്തിലും മുറിവുകളുണ്ട്. കുട്ടിയുടെ മരണത്തിൽ അമ്മയ്ക്ക് പങ്കുള്ളതിനാൽ അഖിലയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. കുറ്റസമ്മതത്തെ തുടർന്ന് അഷ്കറിനെ കുട്ടിയുമായി താമസിച്ച വാടക വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനായി എത്തിക്കവേ നാട്ടുകാരുടെ രൂക്ഷമായ രോഷപ്രകടനമാണ് ഉണ്ടായത്. ഏറെ പണിപ്പെട്ടാണ് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങിയത്. അഷ്കറിനെതിരെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6ഓളം കേസുകളുള്ളതായി നാട്ടുകാർ പറയുന്നു. കുട്ടിയെ ഇതിനു മുമ്പ് മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഇവന്റെ അളിയൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ ആദ്യ ഭാര്യ ഇവൻ നിയമപരമായിട്ട് ഒരു വിവാഹം ചെയ്തിട്ടുണ്ട് പാലോടെന്ന്. ആ കുട്ടിയെ ആറ്റുംപുറം എന്ന് പറഞ്ഞ സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് നിരന്തരമായി ആ കുട്ടിയെ ഉപദ്രവിക്കുമായിരുന്നു. നിലവിൽ 5ഓളം കേസുകൾ ഇവന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇരുവർക്കും ജാമ്യം ലഭിക്കാത്ത രീതിയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്നിവിടെ ഈ നാട്ടുകാർ ലോഷാകുലരായത് ഒരിക്കലും ആരെയും തെറ്റു പറയാൻ പറ്റൂല. 4 or 3 മാസം കഴിഞ്ഞ് ഇവനൊക്കെ ജാമ്യത്തിൽ ഇറങ്ങും. വീണ്ടും ഒരു കുട്ടിക്ക് ഇതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടിയെ വിട്ടു നൽകാൻ തയ്യാറാകാത്തതിൽ അഷ്കറിന്റെയും അഖിലയുടെയും ഡാൻസ് ടീച്ചറിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് കുഞ്ഞിന്റെ പിതാവ് അഖിലിന്റെ അച്ഛനും ആവശ്യപ്പെട്ടു. ഈ അസ്കറും ഈ അനു ടീച്ചറും തമ്മിൽ എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ഈ അനു ടീച്ചർ ഇതേവരെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് എന്നെ ഒരു ഫോൺ കോൾ പോലും എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്താണെന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇവരെ വിളിച്ചത്ത് കൊണ്ടുവരണം. കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെടുമങ്ങാട് കുഞ്ഞിന്റെ കൊലപാതകത്തിൽ പഴുതുകളില്ലാത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നതെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാർത്തയാണ് നെടുമങ്ങാട് നമ്മൾ കേട്ടത്. സ്വന്തം കുഞ്ഞിന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് രണ്ടാനച്ഛൻ ക്രൂരത കാണിക്കുന്നതിന് സാക്ഷിയായത് അമ്മയാണല്ലോ. അമ്മ എന്ന പദത്തിന്റെ അർത്ഥം പോലും പറയാൻ കഴിയാത്ത, ആ വാക്കുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ ഈ ചെയ്തത് എന്താ പറയുക, നമ്മുടെയൊക്കെ നെഞ്ചുലയ്ക്കുന്നതാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ പലപ്പോഴായി കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ ഇനി ഒരു പിഞ്ചു കുഞ്ഞിനും എവിടെയാണോ കുഞ്ഞ് ആരുടെ കൈകളിലാണോ സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതിയായാലും നിയമമായാലും നമ്മുടെ സമൂഹമായാലും എല്ലാം കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന ഇടത്തു നിന്ന് തന്നെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയൊരു കുഞ്ഞിനും ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ തീർച്ചയായും വകുപ്പ് ആലോചിക്കുന്നുണ്ട്.